മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ തന്നെ കണ്ണനാണെങ്കിൽ മഹിയെ വിളിക്കുന്നുണ്ട്. സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നലെ ഒരു കോള് വന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മഹിയാണെങ്കിൽ പേടിച്ച് ഞെട്ടുന്നു. കാരണം ഇനി പ്രതാപൻ വീണ്ടും വിളിച്ചതാണോ എന്നുള്ളൊരു പേടിയിൽ. പക്ഷേ ആ കോൾ എടുക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ ഒരല്പം ആശ്വാസമാകുന്നു. പിന്നെ മഹിയുടെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യമൊക്കെ തിരക്കുന്ന ആ സമയത്താണെങ്കിൽ രാവിലെ കോഫിയായിട്ട് ദുർഗയാണെങ്കിൽ കണ്ണൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. മഹിയെ വിളിച്ച് ആ സംസാരിക്കുന്ന താളത്തിൽ കണ്ണനാണെങ്കിൽ വീൽ ചെയറിൽ നിന്നിട്ട് പുറത്ത് വന്ന് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം മേലേക്ക് ഒരാൾ വരുന്ന സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് കണ്ണനാണെങ്കിൽ മറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ദുർഗ നോക്കുമ്പം വീൽ ചെയർ അവിടെ കിടപ്പുണ്ട്. ബാത്റൂമിലും അതുപോലെ ബെഡിലൊന്നും കണ്ണൻ കിടപ്പൂല. അപ്പം കണ്ണൻ ഇതിവിടെ പോയി കണ്ണനെ വിളിക്കുന്നെങ്കിലും കണ്ണനാണെങ്കിൽ വിളി കേൾക്കുന്നില്ല. ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. വീൽ ചെയർ അവിടെ ഇരുന്നിട്ട് കണ്ണൻ എങ്ങനെ അതുവരെ പോയി എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയും എന്ന് വിചാരിച്ചിട്ട് കണ്ണനാണെങ്കിൽ മാറി നിൽക്കുവാണ്. അതേസമയം ദുർഗയാണെങ്കിൽ ഉണ്ണിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ ഉണ്ണി റൂമിലേക്ക് വന്ന് ദുർഗയോട് ചോദിക്കുന്നു, എന്താ അമ്മ, എന്താ പ്രശ്നം? ദേ നോക്ക് മോനെ, ഇവിടെ വീൽ ചെയർ കിടപ്പുണ്ട്, ബെഡിലും ഇല്ല, അകത്തെങ്ങുമില്ല കണ്ണൻ. അതിന് കണ്ണേട്ടന് നടക്കാനൊന്നും പറ്റില്ലല്ലോ വീൽ ചെയർ വെച്ചിട്ട് പോവാൻ. പിന്നെ കണ്ണേട്ടൻ ഇതെവിടെ പോയി എന്ന് ഉണ്ണി ചോദിക്കുന്ന സമയത്ത് ദുർഗ പറയുന്നു, അതാ മോനെ എൻ്റെ സംശയം. നടക്കാൻ പറ്റാത്തവൻ വീൽ ചെയർ ഇവിടെ വെച്ചിട്ട് എങ്ങനെ പോയി, എങ്ങോട്ട് പോയി, ഒന്നും അറിയാൻ വയ്യല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ അവിടെ വീണ് കിടക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുമായിരിക്കും. കാരണം അവരുടെ സംശയം, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. ഇനി പുറത്തിരിക്കുന്ന ചെയറിലും കാണാൻ കയറിയിരിക്കുന്നത് പോലെ ഇരുന്ന് കാണിച്ചാൽ പോലും ദുർഗയ്ക്കും ഉണ്ണിക്കും അതുപോലെ സംശയം വരും. കാരണം കണ്ണന് നടക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ അതുവരെ പോയി എന്നുള്ള കാര്യത്തിന്. എന്നാൽ അതേസമയം കോള് കട്ട് ചെയ്ത് മഹിയോടാണെങ്കിൽ ലേഖ വന്ന് ചോദിക്കുന്നു, കണ്ണേട്ടനാണോ വിളിച്ചത്? അതേ ലേഖയെന്ന് പറയുന്ന സമയത്ത് ലേഖയാണെങ്കിൽ തൻ്റെ മനസ്സിലെ ആദി മഹിയോട് പറയുന്നു, എന്തായാലും മഹി വല്ലാത്തൊരു ചതിയാണ് കണ്ണേട്ടനോട് ചെയ്തത്. ഇപ്പോൾ മഹിയാണെങ്കിൽ പറഞ്ഞ സത്യങ്ങൾ എനിക്കും അനന്തുവേട്ടനും മാർക്കോയ്ക്കും ഒക്കെ അറിയാം. ഇന്നല്ല നാളെയെങ്കിൽ പ്രതാപൻ്റെ വായാൽ കണ്ണേട്ടൻ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മളും അറിഞ്ഞു എല്ലാവരും കൂടി ചേർന്ന് ചതിക്കുമായിരുന്നു എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും മഹിയാണെങ്കിൽ എന്ത് പറയണം എന്നറിയാൻ വയ്യാതെ ധർമ്മസങ്കടത്തിലായി നിൽക്കുന്നുണ്ട്. സത്യമല്ലേ പറയുന്നത്? ഏക സാക്ഷി മഹി മാത്രമാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ മറച്ചു വെച്ചു? കരുണയുടെ ജീവിതം തകരരുത് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും കണ്ണേട്ടനോട് ഇങ്ങനെ വലിയ വിശ്വാസവഞ്ചന കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതേസമയം വീണ് കിടക്കുന്ന രൂപത്തിൽ കിടന്ന കണ്ണനെ ദുർഗയും ഉണ്ണിയും കൂടി പിടിച്ചു കൊണ്ടുവന്ന് ബെഡിലേക്ക് കടത്തുന്നുണ്ട്. അപ്പം നീ എന്തിനാ കണ്ണ എണീറ്റ് നടക്കാനൊക്കെ ശ്രമിച്ചത്? അതുകൊണ്ടല്ലേ വീണ് പോയത് എന്ന് പറയുന്ന സമയത്ത്, അല്ല ഞാനൊന്ന് പുറത്തേക്കിരിക്കണം, പുറത്ത് കാറ്റും വെട്ടമൊക്കെ കൊള്ളണം എന്ന് വിചാരിച്ച് പോവുകയാണെന്ന് പറയുന്ന സമയത്ത് ഭർത്താവ് വയ്യാതെ ഇവിടെ കിടക്കുന്നു. അവനെ പരിചരിക്കേണ്ട സമയത്ത് അവൾ ലേഖയുടെ അനന്തുവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുക. സ്വന്തം ആരോഗ്യം നോക്കി. മനുഷ്യത്വം ഇല്ലാത്തവളോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം മനുഷ്യത്വം ഇല്ലാത്ത നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ലെന്ന് കണ്ണനാണെങ്കിൽ തിരിച്ച് മറുപടി പറയുന്നു. അയാൾ അവിടെ പോയി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാം. പിന്നെന്തിനാ എന്നെയും കൊണ്ട് അത് വീണ്ടും പറയിക്കണോ? കണ്ണൻ്റെ മറുപടി കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഉത്തരമില്ലാതെ നിൽക്കുവാണ് ദുർഗയും അതുപോലെ ഉണ്ണിയും. അന്നേരം കണ്ണനാണെങ്കിൽ ചോദിക്കുന്നു, മരുമകളുടെ അച്ഛൻ വയ്യാതെ കിടന്നിട്ട് അമ്മയും മകനും ഒരു നോക്ക് കാണാൻ പോലും പോയില്ലല്ലോ. അത് അങ്ങോട്ടേക്ക് ചെല്ലേണ്ടെന്ന് മോള് തന്നെ പറഞ്ഞത്. അയാൾ അല്പം വയലൻ്റാ, മാനസികമായിട്ട് ഇപ്പോൾ ഓക്കെ അല്ലെന്നാണ് പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ ആത്മാവ് അയാളെ മാത്രം എന്തിനാ പിന്തുടരുന്നേ എന്നാണ് ഞാൻ ആലോചിക്കുന്നേ. ഇനി അയാളെങ്ങാണാണോ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ണിക്കും അതേ സംശയം തോന്നിയിട്ടുണ്ടെന്ന് മനസ്സിലാണെങ്കിൽ വിചാരിക്കുന്നു. അതേസമയം മാർക്കോയാണെങ്കിൽ ദേവി മുത്തശ്ശിയെ കാണാൻ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നുണ്ട്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് മാർക്കോ മുത്തശ്ശിയോട് ചോദിക്കുന്നു, ഇതുവരെ കണ്ണൻ സാറ് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അധികം താമസിക്കാതെ പ്രതാപൻ്റെ വായാൽ സത്യങ്ങൾ കണ്ണൻ സാർ അറിയൂ അമ്മേ. അതിന് സംശയമൊന്നും വേണ്ട. നിങ്ങളൊക്കെ മറച്ചു വെച്ച സത്യം അധികം താമസിക്കാതെ കണ്ണൻ അറിയും. പക്ഷേ അന്നേരം ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമായിരിക്കും. മഹിയെപ്പോലൊരു ഭാര്യയെ കൂടെ വേണ്ടെന്ന് പോലും ആദ്യം കണ്ണൻ ചിന്തിക്കും. പിന്നെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ, അനന്തവും ലേഖയും മോനും ഒക്കെ ചേർന്ന് കണ്ണൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങളൊക്കെ സത്യം അറിഞ്ഞതുകൊണ്ട് ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തിൽ മഹിക്ക് സപ്പോർട്ട് നിൽക്കുന്നത് കാരണം ആ ഒരു ദേഷ്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും. അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. കണ്ണമ്മോൻ്റെ അച്ഛൻ്റെ മരണരഹസ്യം പുറത്തു വരാനുള്ള സമയമായിരിക്കുന്നു. അതിനി ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല. എങ്ങനെയൊക്കെ തടഞ്ഞു നിർത്തിയാലും കണ്ണമ്മോൻ അത് അധികം താമസിക്കാതെ അറിഞ്ഞിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയോടുള്ള കണ്ണൻ്റെ ദേഷ്യം കുറയ്ക്കാൻ ഒരു വിധത്തിൽ മാർക്കോയും അനന്തും ലേഖയൊക്കെ ഒരുപാട് സഹായിക്കും.
അത് മഹിയുടെ ജീവിതത്തെ വീണ്ടും പഴയതുപോലെ ആക്കിയെടുക്കും എന്നൊക്കെ മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് മാർക്കോയ്ക്കാണെങ്കിൽ ഒരല്പം ആശ്വാസം വരുന്നുണ്ട്.